സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരം നിയമനിർമ്മാണം. സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള സ്വകാര്യ കൈവശത്തുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ പരിഗണനക്കെടുക്കണമെന്ന് ഉപക്ഷ അവതരിപ്പിക്കേണ്ടതാണ്. സർ, സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. മിനിസ്റ്റർ ചർച്ചയ്ക്ക് ശേഷം മതി സംസാരം. ഞാനൊരു കാര്യം ഈ കാര്യത്തിൽ ആമുഖമായി സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. സാർ, ഈ സഭയ്ക്ക് അറിയാവുന്നതാണ്. എങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ സഭ നടത്താൻ പോകുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു സെറ്റിൽമെൻറ്റ് ആക്റ്റാണ് സാർ. 1931 തിരുക്കൊച്ചിയിലാണ് കേരളം അവസാനത്തെ സെറ്റിൽമെൻറ്റ് കണ്ടിട്ടുള്ളത്. ഐക്യകേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇതുവരെ സെറ്റിൽമെൻറ്റ് ആക്ട് എന്നൊരു സംവിധാനം ഈ കേരളത്തിൽ ഉണ്ടാകാനായില്ല. 965 റീസർവേ നടപടികൾ ആരംഭിക്കുമ്പോൾ ഓരോ 30 വർഷക്കാലം കൂടുന്തോറും വീണ്ടും റീസർവേ നടത്തണം എന്ന് പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ 2000 ഈ ഗവൺമെൻറ് 2020 നമ്മളിത് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ 921 വില്ലേജുകളിൽ മാത്രമാണ് റീസർവേ നടപടികൾ പൂർത്തീകരിച്ചത്. ആ ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ ഭൂമിയെ ഏറ്റവും കൃത്യതയോടുകൂടി സാങ്കേതികമായി ഡിജിറ്റലായി അളന്ന് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ റീസർവേ നടപടികൾക്ക് കേരളം തുടക്കം കുറിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാറും പരാതികളുള്ള ഒരു സംസ്ഥാനമാണ് സാർ. 1,67,000-ലധികം എല്ലാറും പരാതികൾ, ഭൂമിയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട പരാതികൾ. അതിൽ ഫോം നമ്പർ 8ഉം 10ഉമാണ് ഏറ്റവും കൂടുതൽ. അതിർത്തി തർക്കം ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആ വിധത്തിൽ ഡിജിറ്റൽ റീസർവേ നടത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ആ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ കേരളത്തിൽ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമാണ് അക്കാര്യത്തിലുണ്ടായത്. സാർ, കേവലം 2 വർഷക്കാലം കൊണ്ട് 535 വില്ലേജുകളിലെ 62,108 ലാൻഡ് പാഴ്സലുകളിലായി 8,28,534 ഹെക്ടർ ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ നമുക്കായി. 62 ലക്ഷത്തോളം ലാൻഡ് പാഴ്സലുകൾ അളന്നു തിട്ടപ്പെടുത്തിയപ്പോൾ അതിൽ 50% സ്ഥലങ്ങളിൽ അധിക ഭൂമി അവരുടെ ഓൺ ബൗണ്ടറീസിനകത്ത് വരുന്നു എന്ന് കാണുകയാണ്. നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട കൈമാറ്റത്തിൻ്റെ ഘട്ടത്തിലുള്ള ബൗണ്ടറീസിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന കോലളവും ചങ്ങലയും ഒക്കെ വെച്ച് അളന്നപ്പോൾ കാണാതിരുന്ന വിസ്തീർണം ഏറ്റവും ഏക്കുറേറ്റ് ആയിട്ടുള്ള RTK റോവറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ട് അളന്നപ്പോൾ ഉണ്ടായി എന്ന പ്രശ്നം ഉണ്ടായപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം എന്ന് ഗവൺമെൻറ് ആലോചിച്ചു. ആദ്യഘട്ടത്തിൽ ബൗണ്ടറീസിനകത്ത് കൈവശം വെച്ചിട്ടുള്ള ഒരു ഭൂമിക്ക് കൃത്യതയുണ്ടാകുന്നതിന് വേണ്ടി നാം അതിന് അളവ് തിട്ടപ്പെടുത്തി എന്ന് മാത്രമല്ല, ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ സ്ഥലത്ത് അത്തരം ഭൂമിക്ക് ടാക്സ് അടയ്ക്കാൻ നമ്മൾ നിശ്ചയിച്ചു. പക്ഷേ സാർ, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ടാക്സ് അടച്ചതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. യഥാർത്ഥത്തിൽ ടൈറ്റിലും കൈവശവും കൂടിച്ചേരുമ്പോഴാണ് ഉടമസ്ഥത ഉണ്ടാവുക. ടൈറ്റിലും പൊസഷനും കൂടുമ്പോഴാണ് ഓണർഷിപ്പ്. അത് കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല. ഉടമസ്ഥാവകാശം ഓണർഷിപ്പ് കൈമാറുമ്പോൾ മാത്രമേ ഭൂമി കൈമാറ്റം കൃത്യമായി ധരിക്കാൻ പറ്റുള്ളൂ. സാർ, അങ്ങയുടെ കയ്യിൽ 10 സെൻറ്റ് സ്ഥലം നേരത്തെ രേഖയിലുണ്ട്. പക്ഷേ ബൗണ്ടറിയിൽ അളന്ന് കിട്ടപ്പെടുത്തിയപ്പോൾ 12 സെൻറ്റ് സ്ഥലമായി. ടാക്സ് അടച്ചതുകൊണ്ട് ആ ഭൂമി കൈമാറുമ്പോൾ 12 സെൻറ്റും കൈമാറാൻ പറ്റില്ല. 10 സെൻറ്റ് രേഖാപ്രകാരം കൈമാറാൻ പറ്റും. 12 സെൻറ്റ് ആകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ മാറ്റം ഉണ്ടാകണം. അതുകൂടി കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിലെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ, നവകേരള സദസ്സിൻ്റെയും അദാലത്തുകളിലെയും പരാതികളിലെയും കണ്ടെത്തലുകൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രസൻറ്റീവായ ടൈറ്റിലിൽ നിന്ന് കൺക്ലൂസീവായ ടൈറ്റിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല്, ഭൂപരിഷ്കരണ നിയമത്തോളം പോകുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഭൂരേഖകളുടെ ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട് ലോകം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു സെറ്റിൽമെൻറ്റ് ആക്ടിന് കേരളത്തിൻ്റെ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് ഈ സഭയുടെ അംഗീകാരത്തിന് വേണ്ടി സാർ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. താങ്ക് യു. ശ്രീ PS സുപാലിന് സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സമയക്രമം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, വളരെ സുപ്രധാനമായൊരു നിയമനിർമ്മാണത്തിനാണ് സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും എല്ലാം മുൻകൈയെടുത്ത് നടപ്പാക്കുന്നത്. അത് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സാർ. ഡിജിറ്റൽ സർവേയിലൂടെ ഭൂമി സംബന്ധമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയാണ്. സാർ, നമ്മുടെ സംസ്ഥാനത്ത്
ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ സർവേ നടപടികൾ ആരംഭിച്ചത് 1966 ഏതാണ്ട് 56 വർഷങ്ങൾ കൊണ്ട് 961 വില്ലേജുകൾ മാത്രമാണ് പരമ്പരാഗതമായിട്ടുള്ള നിലയിൽ സർവേ നടപടികൾ പൂർത്തീകരിച്ചത്. സർ, അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് 1550 വില്ലേജുകളിലാണ് ഡിജിറ്റൽ സർവേ നടത്തുവാൻ ഈ സർക്കാർ തീരുമാനിച്ചത്. സർ, 2022 നവംബർ മാസം 1-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഔപചാരികമായി ഡിജിറ്റൽ സർവേയുടെ നടപടികൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. സർ, സർവേ ഉപകരണങ്ങൾ ലഭ്യമാക്കി 2023 അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. സർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 വർഷക്കാലം കൊണ്ട് 8,28,000 ഹെക്ടർ ഭൂമി സർവേ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സർ, ഇത് കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ ഏതാണ്ട് 1/4 വരും. സർ, 61 ലക്ഷം ലാൻഡ് പാഴ്സലുകൾ അളന്നു കഴിഞ്ഞപ്പോൾ 25 ലക്ഷത്തിലധികം പാഴ്സലുകളിൽ അധിക ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. സർ, ഇത്തരത്തിൽ കണ്ടെത്തിയ അധിക ഭൂമിക്ക് ഉടമസ്ഥ രേഖ നൽകുകയാണ് ഈ നിയമത്തിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. സർ, തർക്കരഹിതമായിട്ടുള്ള അതിർത്തിക്കുള്ളിൽ കാണുന്ന അധിക വിസ്തീർണമാണ് ക്രമീകരിച്ച് നൽകുന്നത്. സർ, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ യാതൊരു ആശങ്കയുടെയും കാര്യമില്ല. കാരണം സർക്കാർ ഭൂമി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഭൂമി ക്രമീകരിച്ച് നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. സർ, കേരളത്തിൻ്റെ ഭാവി വികസനത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കും ഇപ്പോൾ നടത്തുന്ന ഡിജിറ്റൽ റീസർവേ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർ, കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്ന കാര്യത്തിലും ഡിജിറ്റൽ സർവേ രേഖകൾ വളരെയധികം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്ന് ഇതുവരെയുള്ള അനുഭവം കൊണ്ട് നമുക്ക് പറയുവാൻ കഴിയും. സർ, പുല്ലൂർ താലൂക്കിൽ ഏരൂർ വില്ലേജിൽ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച് ആദ്യ വിജ്ഞാപനം കഴിഞ്ഞപ്പോൾ 180-ലധികം അർഹരായിട്ടുള്ള കൈവശക്കാർക്ക് പട്ടയം ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാർ, ഇവർക്ക് അടിയന്തരമായി പട്ടയം നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, അർഹമായവർക്ക് പട്ടയം നൽകുമ്പോൾ തന്നെ അധികമായ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. സാർ, ഈ ഡിജിറ്റൽ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി വരാൻ പോകുന്ന അതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ക്രമരഹിതമായി ഭൂമി കൈവശം വെച്ചിട്ടുള്ള വൻകിട കയ്യേറ്റക്കാരായിട്ടുള്ള ആളുകൾ, സാർ, ആ ഭൂമി നമുക്ക് ഈ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ള ഭൂമി കണ്ടെത്തി അത് ഗവൺമെൻറ് പൊതു ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്കും നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സാർ, കേരളം പോലെ ഭൂവിസ്തൃതമായ വിസ്തൃതി കുറഞ്ഞ സംസ്ഥാനത്ത് ലഭ്യമായ ഭൂമി വികസനത്തിനും ഭൂമി ഇല്ലാത്തവർക്കും നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സാറ്, ഈ ഡിജിറ്റൽ സർവേ കൊണ്ട് മറ്റൊരു നേട്ടം കൂടിയുണ്ട്. സാറ്, മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനം, ഈ ഭൂമി സംബന്ധമായിട്ടുള്ള ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഒരുപാട് തർക്കങ്ങൾ, പലപ്പോഴും അത് കല്ല് പിഴുകൽ വരെ ഉള്ള നടപടികളിലേക്ക് പോവുകയും ഒരുപാട് ക്രിമിനൽ കേസ് ഉണ്ടാകുകയും ഒക്കെ ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സാർ, ഇനിയിപ്പോൾ അങ്ങനെയുള്ള അതിരുകൾ ഇല്ലാതാവുകയാണ്, ഡിജിറ്റൽ വേലി വരികയാണ്. ഇനിയിപ്പം ഡിജിറ്റൽ വേലി ആർക്കും പുഴുവാൻ കഴിയില്ലല്ലോ. സാർ, അതുകൊണ്ട് ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായകരമായിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രമാണങ്ങളിലൊക്കെ ആധാരങ്ങളിലൊക്കെ നിലവിലുള്ള ചില വാക്കുകളുണ്ട്. വടവിൽ കൂടുതൽ വിരവ് എന്നൊക്കെയുള്ള ചില പദപ്രയോഗങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അതിന് നിയമപരമായിട്ടുള്ള ഒരു അവകാശമില്ല. സുപ്രീം കോടതി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് ഒരു ഭൂമിയിൽ കയ്യിലുള്ള ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായിട്ടുള്ള ഒരു രേഖ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. സാർ, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, സാർ, ഒരുപാട് പേരുടെ ആധാരങ്ങൾ അതുപോലെ തന്നെ പട്ടയങ്ങൾ ഒക്കെ പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവർ പകരം സംവിധാനമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോൾ പ്രകൃതിക്ഷോഭം, അതുപോലെ തന്നെ അഗ്നിബാധ, പഴയ റെക്കോർഡുകൾ കാണാത്ത ഒരു സാഹചര്യം, ഇതുമൂലം പലർക്കും അങ്ങനെയുള്ള അവരുടെ പട്ടയം അല്ലെങ്കിൽ പ്രമാണങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ അത് ആവശ്യത്തിന് ഉപകരിക്കാത്തൊരു സാഹചര്യമുണ്ട്. സാർ, ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് പുതിയ പട്ടയവും ആധാരവും ഒക്കെ ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഇവിടെ സർക്കാർ ജനങ്ങൾക്ക് ഒപ്പമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് കേരളത്തിൽ നൽകിയ പട്ടയം. കഴിഞ്ഞ LDF സർക്കാർ 1,70,000
77,011 പട്ടയം ആണ് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് നൽകിയത്. സർ, ഈ ഗവൺമെൻറ് കാലത്ത് 2,23,945 പട്ടയമാണ് സാർ വിതരണം നടത്തിയത്. സർ, 5 ലക്ഷം പട്ടയം ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ നൽകുമെന്നുള്ള പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി നൽകിയിട്ടുള്ളത്. സാർ, 4,956 പട്ടയം ഇതിനോടകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. സാർ, ആ യാഥാർത്ഥ്യം ആ ഒരു വാഗ്ദാനം നടപ്പാക്കാൻ കഴിയും. അത് വെറുതെ ഉള്ളൊരു വാഗ്ദാനമല്ല, അത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രഖ്യാപനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാർ, വെറുതെ പറയുന്നതല്ല. പട്ടയ മിഷൻ, റവന്യൂ അസംബ്ലി, പട്ടയ അസംബ്ലി, ഇങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങളിലൂടെയാണ് സാർ ഈ നേട്ടത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നത്. സാർ, അത് പറയുമ്പോൾ പുനലൂരിൽ ഈ രംഗത്ത് ഉണ്ടായിട്ടുള്ള നേട്ടം അത് പറയാതിരിക്കാൻ കഴിയില്ല. സാർ, പുനലൂർ പേപ്പർ മില്ലിൽ പട്ടയം കൊടുത്തു. എത്രയോ വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു. സാമനഗർ പട്ടയം കൊടുക്കുകയുണ്ടായി. കമ്പകത്തടം, അവിടെ ആളുകൾക്ക് പട്ടയം കൊടുത്തു. മരോട്ടിത്തടം, അതുപോലെ തന്നെ തെന്മല ലേബർ കോളനി, അതെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ കൊടുക്കാനുള്ള നടപടികളാവുകയാണ്. സാർ, ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സാർ, അരിപ്പ ഭൂസമരം, അത് പറയാതിരിക്കാൻ കഴിയില്ല. സാർ, ബഹുമാനപ്പെട്ട ചെയറിനും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, 14 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരമായിരുന്നു. സാർ, അത് പരിഹരിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായി. സാർ, അത് എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് അരിപ്പ. ആ 14 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന അരിപ്പ ഭൂസമരം ഇന്നലെയാണ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സമരക്കാരുമായി ചർച്ച നടത്തി അവർക്ക് ഭൂമി കൊടുക്കുവാനുള്ള തീരുമാനം ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. സാർ, അവിടെ ഭൂമി അളക്കുന്ന നടപടികൾ തിങ്കളാഴ്ച ആരംഭിക്കാൻ പോവുകയാണ്. അവരുടെ അപേക്ഷകൾ ഇന്ന് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാർ, അങ്ങനെ എത്രയോ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. സാർ, ഇവിടെ വനഭൂമി പട്ടയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാർ, പുനലൂർ പത്തനാപുരം താലൂക്കിൽ ഏതാണ്ട് 5000 പട്ടയമാണ്. സാർ, ചെറിയ കാര്യമല്ല, 5000 ആളുകളുടെ ഭൂപ്രശ്നമാണ്. സാർ, അത് വ്യക്തിഗത DGPS ശേഖരിച്ച് പരിവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. സാർ, ഇക്കാര്യം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സാർ, ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ 32 സർവേയർമാർ, 26 ചെയിൻമാൻമാർ, അതുപോലെ തന്നെ ആവശ്യമുള്ള മെഷീൻ, വാഹനം ഉൾപ്പെടെ ക്രമീകരിച്ച് ആ നടപടികൾ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണയാണ് സാർ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി നൽകിയത്. സാർ, അങ്ങയോട് പറയാനുള്ളത്, RTK മെഷീൻ ലഭ്യമായെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മാസക്കാലം കൊണ്ട് ഈ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള RTK മെഷീൻ കൂടി നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, സാർ, ഇവിടെ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അത് അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ സഹകരിക്കുകയാണ്. സാർ, ഇവിടെ ട്രൈബൽ വില്ലേജുകൾ റവന്യൂ വില്ലേജുകളായി പരിവർത്തനം ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ പട്ടികവർഗ കുടുംബങ്ങൾക്ക് അവർക്ക് ലഭിച്ച ഭൂമിയിൽ കരമടയ്ക്കാനുള്ള അവസരം അവർക്ക് ലഭ്യമാകുകയാണ്. സാർ, അതുപോലെ തന്നെ ദർഭക്കുളം ഭൂമി പ്രശ്നം പരിഹരിക്കുവാൻ 1975 200ഓളം പേർക്ക് അന്ന് അസൈൻമെന്റ് കൊടുത്തതാണ്. സാർ, അത് വനം വകുപ്പ് കൂടി സഹകരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അതുകൂടി പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് സാർ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ, ഈ നിയമം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമായി മാറാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകാൻ പോവുകയാണ്. ഇതിന് മുൻകൈ എടുത്ത റവന്യൂ മന്ത്രിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ബില്ലിനെ പിന്തുണയ്ക്കുകയാണ്. സാർ, ശ്രീ മുരളി പെരുന്നല്ലി, അങ്ങേക്ക് അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. കൈവശമുള്ള രേഖകളിൽ ഉള്ളതിനേക്കാൾ ഭൂമി, അവനവൻ്റെ സ്ഥലങ്ങളിൽ കാണുന്ന ആ ഭൂമി, അതിന് കൃത്യമായ രേഖ ഉണ്ടാക്കുന്നതിനാവശ്യമായ വിധത്തിൽ സർക്കാർ തയ്യാറാകുന്ന 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ, അതിനെ പിന്തുണയ്ക്കുകയാണ്. സാർ, സർക്കാരിൻ്റെ ജനപക്ഷ നടപടികൾ വഴി കേരളത്തിലെ ജനങ്ങളുടെ കണ്ണുകളിൽ നന്ദിയുടെ തിളക്കമാണിപ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നത്. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ കണ്ണുകളിൽ അവരുടെ മനസ്സിലും പ്രവൃത്തിയിലും ക്ലാവ് പിടിച്ച ചെമ്പിൻ്റെ നിറമാണ്, തിളക്കമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ശൂന്യമായി കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിയമനിർമ്മാണം വഴി മാർഗങ്ങൾ കണ്ടെത്തുന്ന LDF സർക്കാരിൻ്റെ നടപടികളിൽ പങ്കെടുത്ത് ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറാകാതെ പ്രതിപക്ഷം ജനവിരുദ്ധരാണ് എന്ന് ഒരു വട്ടം കൂടി ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിലും ഇത് ആവർത്തിക്കുന്ന അതാണ്.
അക്കാര്യത്തിൽ ജനങ്ങൾ നല്ല പാഠം പഠിപ്പിക്കുമെന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. സർ, എൻ്റെ ഭൂമി പദ്ധതി, എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ എല്ലാ വില്ലേജുകളുടെയും ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ബൃഹത് പദ്ധതിയാണ് എൻ്റെ ഭൂമിയിലൂടെ സർക്കാർ റവന്യൂ വകുപ്പ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതെന്തുകൊണ്ടും വളരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കേരള സംസ്ഥാനത്ത് വളരെ ദ്രുതഗതിയിലാണ് ഡിജിറ്റൽ സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മണ്ഡലത്തിലും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വില്ലേജിലും ഈ സർവേ പൂർത്തീകരിക്കുമ്പോൾ വില്ലേജുകളെ സംബന്ധിച്ച് ഡിജിറ്റൽ സർവേ രേഖകൾ ആധികാരികമായി രേഖയായിട്ട് മാറുമെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ ഇവിടെ അധിക ഭൂമി സംബന്ധമായ ഒരു ഉടമസ്ഥാവകാശ സാക്ഷ്യപത്രം നടപടിക്രമം പൂർത്തിയാക്കി അതത് വ്യക്തികൾക്ക് നൽകുന്നത് ഉചിതമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാരിനത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നിയമസഭയിൽ കൊണ്ടുവന്നത്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, കൃഷിഭൂമി ഉടമസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ ഒരു ചെയ്തിരിക്കുന്നത്. കേരളത്തിൻ്റെ റവന്യൂ രേഖകൾക്ക് ഒരു കൃത്യത ഉറപ്പാക്കാൻ വേണ്ടി ഐക്യ കേരളത്തിൽ ആദ്യമായി നടപ്പാക്കുന്ന ഒരു നിയമം എന്ന നിലയിൽ എന്തുകൊണ്ടും പ്രശംസനീയമായ ഒരു നിയമമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കോണുകളിൽ നിന്നും ഇതിന് പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ പട്ടയ പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4 വർഷം, ആ നിലയിലുള്ള ഒരു 8-9 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതാണ് സർ, പട്ടയം മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധം പട്ടയം നൽകുന്ന കാര്യത്തിൽ സർക്കാർ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 1,77,011 പേർക്ക് പട്ടയം നൽകി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ 4 വർഷം കൊണ്ട് തന്നെ 2,23,945 പേർക്കും കൂടി മൊത്തമായി 4,956 പേർക്ക് പട്ടയം 8 വർഷം കൊണ്ട് നൽകിയൊരു സർക്കാരാണ്. മറ്റു സർക്കാരിനും ഇതേപോലുള്ള നേട്ടം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പട്ടയ വിതരണത്തിൽ പ്രത്യേക ഡാഷ്ബോർഡ് തന്നെ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. പട്ടയങ്ങൾ സ്മാർട്ടാകുകയാണ്. എല്ലാം സ്മാർട്ടാകുന്ന കാലഘട്ടത്തിൽ പട്ടയങ്ങളും സ്മാർട്ടാകുന്ന ഒരു ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ വ്യാജരേഖ ചമയ്ക്കൽ, വ്യാജ പട്ടയം ഉണ്ടാക്കൽ, അതിനൊക്കെ തടയിടാൻ കഴിയത്തക്ക നിലയിലേക്ക് ഈ പട്ടയങ്ങൾ സ്മാർട്ടാകുക എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഭൂരഹിതരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ വേണ്ടി ഒരു മിഷൻ തന്നെ, പട്ടയ മിഷൻ എന്ന പേരിൽ ഒരു മിഷൻ തന്നെ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. വനഭൂമി പട്ടയം ഒരു കീറാമുട്ടിയായി കിടക്കുന്നതായിരുന്നു നമ്മുടെ കേരളത്തിൽ. ആ വനഭൂമി പട്ടയത്തിലും അത് നൽകുന്ന കാര്യത്തിൽ വലിയ ഇടപെടലാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1977 മുമ്പ് കുടിയേറിയ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആ രംഗത്ത് ഒരു വൻ കുതിപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ബാലൻസ് ഉണ്ട് എന്നുള്ളത് ഉണ്ട്. അതുപോലെ ആദിവാസികൾക്ക് സ്വന്തമായിട്ടൊരു ഭൂമി, അത് അവരുടെ പതിറ്റാണ്ടുകളായി അവർ കാണുന്നൊരു സ്വപ്നമാണ്. അപ്പോൾ ആ 567 വനഗ്രാമങ്ങൾ ഇപ്പോൾ റവന്യൂ വില്ലേജുകളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പട്ടയം നഷ്ടപ്പെടുന്ന സ്ഥിതിയെ സംബന്ധിച്ച് ഇവിടെ സുബാൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിന് ഒരു വേവലാതി ഉണ്ടാകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ജില്ലാ കളക്ടർ മുഖാന്തരം നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി സർക്കാർ ഇപ്പോൾ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ പട്ടയം നഷ്ടപ്പെടുന്നവർക്ക്, പല വിധത്തിൽ ഉള്ള പട്ടയ രേഖകൾ നഷ്ടപ്പെടുന്നവർക്ക് ഒരു നിജസ്ഥിതി രേഖ കൊടുക്കാൻ വേണ്ടി ജില്ലാ കളക്ടർമാർക്ക് അതിനുള്ള അവകാശം ആണ് കൊടുത്തിരിക്കുകയാണ്. ഡിജിറ്റൽ റീസർവേ ദ്രുതഗതി നടക്കുകയാണ്. അതിലെ തരം മാറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഭൂമിയുടെ തരം മാറ്റുന്നതിനുള്ള നടപടികൾ, അതിനുള്ള ഏജന്റുമാർ ഇതിൻ്റെ ഉടമസ്ഥന്മാരെ ചൂഷണം ചെയ്യുന്നൊരവസ്ഥാവിശേഷം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായ രൂപത്തിൽ തന്നെ നടപ്പാക്കാൻ വേണ്ടി ഒരു ഘട്ടത്തിൽ റവന്യൂ അസംബ്ലിയിലോ മറ്റാണോ പറഞ്ഞത് 25 സെൻറ്റിന് താഴെ ഭൂമിയുള്ളവർക്ക് 6-ാം നമ്പർ ഫോറത്തിൽ കൊടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും കൂടാതെ തന്നെ ഇത് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഇതാണ്. അപ്പോൾ അപേക്ഷ നൽകാൻ ഓൺലൈൻ മോഡ്യൂളും ഇപ്പോൾ ഇവിടെ സഹകരിക്കണം, ചുരുക്കമാണ്. അപ്പോൾ ഇവിടെ സഹകരിക്കണം. അപ്പോൾ ഇവിടെ ഈ ബില്ല് തീർച്ചയായിട്ടും കേരളം സ്വപ്നം കണ്ട ഒരു ബില്ലാണ്. കാരണം ഈ സ്വന്തമായി ആധാരത്തിലുള്ള ഭൂമിയേക്കാൾ കൂടുതൽ ഭൂമി അളന്നു നോക്കുമുണ്ടാകുന്നു. അതിൻ്റെ ഒരു അവകാശം ലഭിക്കുന്നില്ല. വിൽപ്പന സമയത്തും മറ്റു പല ഘട്ടത്തും ദുരിതം അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ ഒരു നടപടിയാണ് ഈ ബില്ല് വഴി ഇവിടെ നമുക്ക് സാധ്യമാകുന്നത്. ഒരിക്കൽ കൂടി ഈ ബില്ലിനെ പിന്തുണ മിനിസ്റ്റർ. സാർ, ഐക്യകേരളത്തിൻ്റെ രൂപീകരണത്തിന് മുമ്പ് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും വ്യത്യസ്തങ്ങളും സങ്കീർണങ്ങളുമായിട്ടുള്ള ഭൂപ്രശ്നങ്ങളാണ് നിലനിന്നിരുന്നത്. ജന്മിമാരും കർഷകരും കുടിയാന്മാരും തമ്മിലുള്ള ഉൾപ്പെടെ
700-ലധികം സ്വഭാവത്തിലുള്ള കൈവശങ്ങളാണ് തിരുവിതാംകൂറിൽ മാത്രം ഉണ്ടായതായി രേഖകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാർ, മലബാറിലെ അവസ്ഥ ഇതിലും സങ്കീർണമായിരുന്നു. ജന്മിമാർ ഉൾപ്പെടെയുള്ളവർക്ക് പോലും ഭൂമിയുടെ പൂർണ്ണ ഉടമസ്ഥത ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. 1865, 1886 തിരുവിതാംകൂറിലുണ്ടായ രാജവിളംബരങ്ങളാണ് ഒരു പരിധിവരെ ഭൂബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. 1865-ലും 1886-ലുമുള്ള ഈ രണ്ട് രാജവിളംബരങ്ങളും ആ കാലത്ത് കേരളത്തിൻ്റെ അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ ഒരു ഇതിഹാസ തുല്യമായ സംഭവങ്ങളായിരുന്നു. 1888-ലെ പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ പണ്ടാരവക ഭൂമിയിലുള്ള പണ്ടാരക്കാരായ ജന്മിമാർക്ക് ഭൂമിയിൽ ജന്മാവകാശം ലഭിച്ചു. ഇതേ കാലഘട്ടത്തിൽ തന്നെ സർവേ സെറ്റിൽമെൻറ്റ് പ്രവർത്തനങ്ങളും അവിടെ ആരംഭിക്കുകയുണ്ടായി. ഏകദേശം ഇതേ കാലയളവിൽ തന്നെ കൊച്ചിയിലും മലബാറിലും സെറ്റിൽമെൻറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും സെറ്റിൽമെൻറ്റ് രജിസ്റ്ററുകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് രേഖകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. തിരുവിതാംകൂറിലെ സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിൽ പണ്ടാരവക എന്ന സർക്കാർ ഭൂമി, തനത് എന്ന പേരിൽ ജന്മം ഭൂമി എന്നിങ്ങനെ മുഴുവൻ ഭൂമിയും രണ്ടായി വേർതിരിച്ചു. ബ്രഹ്മസ്വം ദേവസ്വം ഭൂമികൾ ജന്മഭൂമിയായി കണക്കാക്കി. എന്നാൽ ജന്മിമാരുടെയും ബ്രഹ്മസ്വം ദേവസ്വം ഭൂമികളുടെയും പാട്ടക്കാർ ഭൂമിയിൽ അവകാശമില്ലാത്തവരായി തന്നെ തുടർന്നു. പിന്നീട് 1957-ലെ ആദ്യ ഗവൺമെൻറ് ഭൂമി കൈവശം വയ്ക്കുന്ന കർഷകനും പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്കും ഭൂമിയിൽ അവകാശം ഉറപ്പിച്ചുകൊണ്ട് കാർഷിക ബന്ധ നിയമം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങളിലൊന്നായി മാറി. സാർ, പിന്നീട് ഘട്ടം ഘട്ടമായി ഭൂപരിഷ്കരണ നിയമത്തിലേക്ക് അത് കടന്നു വന്നു. 1970 ജനുവരി 1-ന് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതോടെ കേരളം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ജന്മിത്വം അവസാനിപ്പിച്ച ഒരു സംസ്ഥാനമായി പേരുകെട്ടു. സംസ്ഥാനത്ത് കേൾവികെട്ട കേരള മോഡൽ യഥാർത്ഥത്തിൽ ഈ ഭൂപരിഷ്കരണത്തിലൂടെ ആരംഭിച്ചതാണ്. സാർ, ഈ സഭയുടെ മുമ്പാകെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 1970 ജനുവരി 1-ഓടെ ജന്മിത്വം അവസാനിപ്പിക്കപ്പെട്ട സംസ്ഥാനമായി കേരളം മാറിയെങ്കിലും ടെനന്റിന്, കുടിയാന് അവൻ്റെ അവകാശങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി ലാൻഡ് ട്രിബ്യൂണലുകളെ തുടർച്ചയായി സമീപിക്കേണ്ട അവസ്ഥയുണ്ടായി. സാർ, ഈ ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത് 70 ജനുവരി മാസത്തിലാണ് ജന്മിത്വം ഇല്ലാതായി കേരളം പ്രഖ്യാപിച്ചതെങ്കിൽ 2026 ജനുവരി മാസത്തോടെ ലാൻഡ് ട്രിബ്യൂണലുകളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മുഴുവൻ കേസുകളും അവസാനിപ്പിച്ച് കുടിയാന്മാരുടെ അവകാശം രജിസ്റ്റർ ചെയ്യുന്നതിന് കേരളത്തിൻ്റെ മുമ്പിലുള്ള എല്ലാ കേസുകളും അവസാനിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സാർ, ഐക്യകേരളം രൂപീകരിച്ച ശേഷം ഒരു പുതിയ സെറ്റിൽമെൻ്റ് ഉണ്ടായിട്ടില്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 1965-ൽ സർവേ നടപടികൾ ആരംഭിക്കാൻ, റീസർവേ നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചതും 66-ൽ നേരത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ റീസർവേ നടപടികൾ ആരംഭിച്ചു. സാർ, സംസ്ഥാനത്ത് റീസർവേ നടത്താൻ തീരുമാനിച്ചുകൊണ്ടുള്ള ഉത്തരവ് 1965-ൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഭൂഭരണം ഗൗരവമാക്കുന്നതിന് വേണ്ടി, കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഓരോ 30 വർഷക്കാലം കൂടുന്തോറും നമുക്ക് ഈ നടപടികൾ, റീസർവേ നടപടികൾ വീണ്ടും നടത്തണം എന്ന് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും സോഷ്യൽ റിഫോംസിനും കൃത്യമായിട്ടുള്ള റവന്യൂ രേഖകളുടെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമമായിട്ടുള്ള റവന്യൂ അഡ്മിനിസ്ട്രേഷൻ അനിവാര്യമാണെന്ന് പ്രസ്തുത ഉത്തരവ് നമ്മളോട് ചൂണ്ടിക്കാണിച്ചു. സാർ, ഇതിനായി കൃത്യമായ റവന്യൂ രേഖകൾ ഉണ്ടാകണം. 1990 വരെയുള്ള കാലയളവിൽ കേവലം 263 വില്ലേജുകളിലെ റീസർവേ നടന്നുള്ളൂ. റീസർവേ പിന്നീട് 30 വർഷം കഴിഞ്ഞ് നമ്മൾ പരിശോധിക്കുമ്പോൾ 2020-ൽ സംസ്ഥാനത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 921 നോർമലായും ബാക്കി ETS മിഷൻ ഉപയോഗിച്ചും ആകെ 962 വില്ലേജുകളിലാണ് ഇത് പൂർത്തിയായത്. സാർ, കേരളത്തിൻ്റെ ലാൻഡ് പാഴ്സലുകളുടെ സ്വഭാവവും ഉപയോഗവും അപ്പോഴേക്കും ആകെ മാറിക്കഴിഞ്ഞു. 3 വിഭാഗങ്ങളിൽ നിന്ന് ഐക്യകേരളമായി ഐക്യകേരളത്തിൻ്റെ ചരിത്രത്തിലെ റീസർവേ ആരംഭിച്ച് 2021 കാലമാകുമ്പോഴേക്കും ഈ നടപടിക്രമങ്ങൾ ആകെ മാറി എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ കേരളത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് 1 നൂറ്റാണ്ട് മുമ്പ് തയ്യാറാക്കിയിട്ടുള്ള സെറ്റിൽമെൻറ്റ് രേഖകളാണ് അടിസ്ഥാന രേഖയും മൊഴിയുമായി നമ്മൾ എടുക്കുന്നത്. പലയിടങ്ങളിലും സെറ്റിൽമെൻറ്റ് രേഖകൾ കണ്ടെത്താൻ ആർക്കൈവേഴ്സുകളെ തുടർച്ചയായി ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. സാർ, ഈ ഘട്ടത്തിലാണ് ചുരുങ്ങിയ കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന കോർസ് എന്ന കണ്ടിന്യൂവസ്ലി ഓപ്പറേഷൻ റഫറൻസ് സ്റ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ RTK റോവറും RTS മിഷനും റഗ്ഡ് ടാബുകളും ഒക്കെയായി ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു ഡിജിറ്റൽ റീസർവേക്ക് നമ്മൾ നേതൃത്വം നൽകിയത്. സാർ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ 2 വർഷക്കാലം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ആകെയുള്ള
ഭൂമിയുടെ അളവ് 35 ലക്ഷമാണെങ്കിൽ ആ 35 ലക്ഷത്തിൽ വനം വകുപ്പ് കൈവശം വയ്ക്കുന്നതും അവകാശപ്പെടുന്നതുമായിട്ടുള്ള 8 ലക്ഷം കഴിച്ചാൽ ബാക്കിയുള്ള 27 ലക്ഷത്തിൽ 8.5 ലക്ഷത്തോളം ഭൂമി 8.5 ലക്ഷം ഹെക്ടറോളം ഭൂമി കേരളത്തിൽ അളന്നു തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. സാർ, ഡിജിറ്റൽ റീസർവേ കേവലം നമ്മുടെ അതിർത്തികൾ തിരിക്കാൻ വേണ്ടി മാത്രമല്ല, അങ്ങയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികൾ വന്നതോടെ കേരളത്തിലെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന നവകേരള വികസനത്തിൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു പെരുമഴക്കാലം തന്നെ വന്നതോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റേണ്ട ഭൂമി, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഭൂമി, ടൂറിസത്തിന് ഉപയോഗിക്കേണ്ട ഭൂമി, കേരളത്തിൻ്റെ ഒരു ജൈവ ഭൂപടം തന്നെ നമുക്ക് അനിവാര്യമായി മാറി. ഇവിടെ ഡിജിറ്റൽ റീസർവേയിലൂടെ കേരളം റവന്യൂ വകുപ്പിന് രേഖയുണ്ടാക്കുകയല്ല സാർ, എല്ലാ വകുപ്പിനും ഷെയർ ചെയ്യാൻ കഴിയുന്ന കേരളത്തിന് ടോപ്പോഗ്രാഫിക്കൽ സർവേ ഉൾപ്പെടെ ഭൂവിഭവങ്ങളുടെ കൃത്യമായ അളവും കണക്കും ഉൾപ്പെടെ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരളം വന്നിട്ടുണ്ട്. സാർ, ഡിജിറ്റൽ സർവേ വഴി ലഭ്യമാകുന്ന സർവേ റെക്കോർഡുകൾ കേരളത്തിൻ്റെ ഭാവി വികസനത്തിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്ന സെറ്റിൽമെൻറ്റ് ആക്ട്. സാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60 ലക്ഷത്തിലധികം ലാൻഡ് പാഴ്സലുകളിൽ സർവേ ചെയ്ത് നമ്മൾ പൂർത്തീകരിച്ചപ്പോൾ പകുതിയിലേറെ ലാൻഡ് പാഴ്സലുകളിൽ പല കാരണങ്ങളാൽ അളവ് മാറ്റമുണ്ടായി. അതൊന്നും സാർ കയ്യേറിയ ഭൂമിയോ കയ്യേറ്റം നടത്തിയ ഭൂമിയോ അല്ല സാർ. കോലളവ്, ചങ്ങല, ടേപ്പ് തുടങ്ങിയ പരമ്പരാഗത സംവിധാനങ്ങളിൽ നിന്ന് മാറി ആധുനിക ഉപകരണങ്ങളിലേക്ക് വന്നപ്പോൾ ഫിക്സ് ചെയ്ത ബൗണ്ടറിക്കകത്ത് നിൽക്കുന്ന ഭൂമി തന്നെ അധികമായിട്ടുണ്ടാകുന്നുണ്ട്. സാർ, നേരത്തെ 10 സെന്റ് ഭൂമി കൃത്യമായ അലിഗയുടെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടെങ്കിൽ ആ ഭൂമിയിലുള്ള 10 സെന്റ് അളന്ന് 12 സെന്റായി കണ്ടാൽ നികുതിയെ അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതി റവന്യൂ വകുപ്പിനുണ്ടായിരുന്നു. പേടി കൊണ്ടാണ് സാർ. എന്നാൽ പിന്നീട് ഇപ്പോൾ ഗവൺമെൻറ് ഈ നടപടിക്രമം കഴിഞ്ഞപ്പോൾ 13/1/2025 സാർ ജിയോ നമ്പർ 7/2025 റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ധാരണയിൽ പുതിയ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഭൂമിയുടെ ടാക്സ് അടയ്ക്കാൻ അനുവാദം കിട്ടി. ബഹുമാനപ്പെട്ട പുനലൂർ MLA കൃത്യമായി ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ റവന്യൂ രേഖകളും സർവേ റെക്കോർഡുകളും ഭൂമിയുടെ ഉടമസ്ഥത രേഖപ്പെടുത്താനുള്ള രേഖകളല്ല എന്നും ഇത്തരം രേഖകൾക്ക് കേവലം പൊസഷൻ മാത്രമാണെന്നും സുപ്രീം കോടതി വളരെ കൃത്യമായി നിർവചിച്ചു. ഒരു വ്യക്തിക്ക് ഭൂമിയിൽ തനിക്കുള്ള അവകാശം മാത്രമേ കൈമാറാൻ പാടുള്ളൂ. ഇതൊരു സെറ്റിൽഡ് പൊസിഷനാണ് സാർ. റവന്യൂ സർവേ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൈമാറ്റം നടന്നാലും അടിസ്ഥാന പ്രമാണമായിട്ടുള്ള പ്രമാണത്തിലുള്ള ഭൂമിക്ക് മാത്രമേ കൈമാറ്റ സാധ്യതയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് സാർ അധിക വിസ്തീർണത്തിന് ഉടമസ്ഥത ലഭിക്കുന്ന വിധത്തിലൊരു സെറ്റിൽമെന്റ് ആക്ട്, സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരം ഭൂമിയുടെ ഉടമസ്ഥത നിശ്ചയിച്ച് നൽകാൻ കഴിയില്ല. ആരോ വിദഗ്ധന്മാരെന്ന് അവകാശപ്പെടുന്ന ഒരു സംഘം അങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടു. അങ്ങനെ നമുക്ക് അതനുസരിച്ച് സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരം ഉടമസ്ഥത നിശ്ചയിക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ സർവേ സെറ്റിൽമെന്റ് ചരിത്രം പരിശോധിച്ചാൽ ഒരു നിയമത്തിൻ്റെ അനിവാര്യത നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. സാർ, കേവലം അതിരുകൾ നിശ്ചയിക്കൽ മാത്രമല്ല സർവേ അല്ലെങ്കിൽ റീസർവേ കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഭൂപരിപാലനത്തിനും ഭൂമി സംരക്ഷണത്തിനും ഭാവി വികസനത്തിനും ഉതകുന്ന തരത്തിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ലാൻഡ് റെക്കോർഡുകൾ തയ്യാറാക്കി അവ റവന്യൂ ഭരണകൂടത്തിന് കൈമാറി കാര്യക്ഷമമായ റവന്യൂ ഭരണം എന്നതാണ് ഡിജിറ്റൽ റീസർവേ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. സാർ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഈ ഭൂമിയുടെ ദീർഘകാലമായി പ്രമാണപ്രകാരമുള്ള ഭൂമിയോടൊപ്പം ചേർന്ന് കൈവശക്കാരൻ അനുഭവിച്ചു വരുന്നൊരു ഭൂമിയാണ്. അയാൾക്ക് അത് ദീർഘകാലമായി അയാളുടെ കയ്യിലുണ്ട്, അയാൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്, അളവിൻ്റെ വ്യത്യസ്തതകൾ കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടതാണ്. ഡിജിറ്റൽ സർവേയുടെ ആക്യുറസി മൂലമാണ് അതിരിനുള്ളിൽ കൂടുതൽ വിസ്തീർണമുള്ളത് എന്ന് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു. സാർ, ഇത്തരം കണ്ടെത്തിയ അധിക വിസ്തീർണത്തിന് ഉടമസ്ഥയിലുള്ള ഭൂമിയോടൊപ്പം ചേർന്ന് കരമൊടുക്കാൻ അനുവാദം നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയെങ്കിലും ഈ പ്രശ്നം തീരാത്ത സാഹചര്യത്തിൽ ഒരു യഥാർത്ഥ ടൈറ്റിൽ കൊടുക്കാൻ എന്തു വഴി എന്ന് നോക്കുമ്പോഴാണ് ഇത്തരം ഒരു ആക്ടിലേക്ക് നാം കിടക്കുന്നത്. സാർ, റവന്യൂ രേഖകളും സർവേ രേഖകളും ഉടമസ്ഥയ്ക്കുള്ള രേഖയല്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ടൈറ്റിലും പൊസഷനും കൂടുമ്പോഴാണ് ഓണർഷിപ്പ് ഉണ്ടാവുക. ഈ ബില്ല് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാണ്. സുപ്രീം കോടതി കണ്ട സെറ്റിൽഡ് പൊസിഷന് ഒരു പരിഹാരമാണ്. സാർ, പ്രമാണപ്രകാരമുള്ള
ഇനി എത്ര സമയം വേണം? ഞാൻ കുറച്ച് സമയം എടുക്കും സാർ, കുറഞ്ഞ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കാം സാർ. ഇത് കേരളത്തിൽ അങ്ങ് നയിക്കുന്ന ഈ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലായി വരികയാണ് സാർ. പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. പ്രധാനപ്പെട്ട പ്രശ്നം മാത്രമേ ഞാനിതിൽ പറയുന്നുള്ളൂ സാർ. ഇവിടെ വ്യക്തമായിട്ടുള്ള അതിർത്തിക്കുള്ളിലുള്ള ഭൂമിക്കാണ് ഉടമസ്ഥ നൽകുന്നത്. പ്രമാണപ്രകാരമായ വ്യക്തമായ അതിർത്തിക്കുള്ളിൽ അധിക ഭൂമി കാണുന്ന പക്ഷമാണ് ഉടമസ്ഥ രേഖ നൽകുന്നത്. ഒരാധാരത്തിൽ പറഞ്ഞിട്ടുള്ള അതിരുകളും അതിലുള്ള വിസ്തൃതിയും തമ്മിൽ യോജിക്കാതെ വന്നാൽ സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു സെറ്റിൽഡ് പൊസിഷൻ ബൗണ്ടറീസ് വിൽ പ്രിവെയിൽ ഓവർ എക്സ്റ്റെൻഡ് എന്ന രീതിയാണ് സാർ. ഈ തത്വമാണ്, ഈ നിയമതത്വമാണ് ഈ ബില്ലിൻ്റെ ഭാഗമായി പ്രധാനമായും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് സാർ. 1961 സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമാണ് സർവേ നടത്തി അധിക വിസ്തീർണം കണ്ടെത്തി രേഖകൾ തയ്യാറാക്കി 13 പ്രകാരം റവന്യൂ ഭരണകൂടത്തിന് കൈമാറുന്നതെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥത നൽകാൻ ആ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിൻ്റെ ഉദ്ദേശ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യത്തിലൊരു ഭേദഗതി ആ നിയമത്തിൽ കൊണ്ടുവരാനും കഴിയില്ല. ഞങ്ങൾ അതും പരിശോധിച്ചു സാർ. ഈ സാഹചര്യത്തിലാണ് നമ്മൾ റവന്യൂ നിയമങ്ങളിലുള്ള ഒരു വിടവ് അഥവാ ശൂന്യത, നമ്മൾ ഒരു ലാക്കുന എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്ന ഒരു ലാക്കുന മാറ്റാൻ, ഒരു ശൂന്യത മാറ്റാൻ ഒരു നിയമനിർമ്മാണം തന്നെ അനിവാര്യമാണ് എന്ന് തുടർച്ചയായ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തിയത് സാർ. സർക്കാർ ഭൂമി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ, ബഹുമാനപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്ത MLA മാർ പറഞ്ഞതുപോലെ, റവന്യൂ ഭൂമി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അധിക ഭൂമി ക്രമവൽക്കരിച്ച് നൽകുകയുള്ളൂ എന്ന ഒരു മുൻകരുതൽ കൂടി ഈ ബില്ലിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു വില്ലേജിനകത്ത് റീസർവേ, ഡിജിറ്റൽ റീസർവേ ആരംഭിച്ചാൽ ആദ്യം ആ വില്ലേജിൽ അളക്കാൻ പോകുന്നത് സർക്കാരിൻ്റെ ഭൂമിയാണ്. സർക്കാരിൻ്റെ ഭൂമി അളന്നുറപ്പിച്ചതിന് ശേഷം മാത്രമാണ് സ്വകാര്യ ലാൻഡ് പാഴ്സലുകളും സ്വകാര്യ ഭൂമിയും അളക്കുക സാർ. ഇതുമാത്രമല്ല, വ്യവഹാരങ്ങളിൽ പെടാത്ത തർക്കരഹിതമായ അതിർത്തിക്കുള്ളിലുള്ള ഭൂമിയാണ് ക്രമവൽക്കരിച്ച് നൽകാൻ ഈ നിയമപ്രകാരം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് അതിൻ്റെ നിർവചനങ്ങളിൽ ഏറ്റവും കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു ഭൂ ഉടമയുടെയും ഭൂമി നഷ്ടപ്പെടില്ല എന്നുറപ്പാക്കാൻ നമുക്ക് സാധ്യമാകും സാർ. ഇതുമാത്രമല്ല, ഇപ്പോൾ ചിലയിടങ്ങളിൽ കണ്ടിട്ടുള്ള, ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ, ചിലയിടങ്ങളിൽ കണ്ടിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഗവൺമെൻറ് വരാനിരിക്കുന്ന കാലങ്ങളോളം ഉള്ള ഒരു സെറ്റിൽമെൻറ്റ് നടപടിക്ക് തുടക്കം കുറിക്കുമ്പോൾ ചില ആളുകൾ, ദോഷൈക ദൃക്കുകൾ അങ്ങനെയുണ്ടല്ലോ, ഏത് കാര്യത്തിനും തെറ്റായ കാര്യം തന്നെ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവർ പറയുന്നു കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് എന്ന ബാലിശമായിട്ടുള്ള ഒരു വാദം സാർ സങ്കടകരമാണ്. സ്വകാര്യ ഭൂമി കൈവശക്കാരുടെ കൈവശമുള്ള ഭൂമിക്ക് രേഖ നൽകുന്നതോടൊപ്പം സർക്കാർ ഭൂമി സംരക്ഷിക്കാനുള്ളൊരു നിയമം കൂടിയാണ് എന്ന് ഞാൻ നേരത്തെ ഈ സഭയ്ക്ക് മുമ്പാകെ പറഞ്ഞിരുന്നു. അധിക ഭൂമിയുടെ നിർവചനം തന്നെ ഈ കാര്യത്തിൽ വളരെ വളരെ പ്രസക്തമാണ്. എന്താണ് അധിക ഭൂമി എന്ന് ഈ ആക്റ്റിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. സർവേ നടത്തുമ്പോൾ, ഡിജിറ്റൽ സർവേ നടത്തുമ്പോൾ ആണ് അധിക ഭൂമി കണ്ടെത്തുന്നത്. എന്നാൽ വ്യവഹാരങ്ങളിൽ പെടാത്തതും അവകാശ തർക്കങ്ങളില്ലാത്തതും സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടില്ലാത്തതുമായ ഭൂമിയായിരിക്കും അധിക ഭൂമി എന്ന് നിർവചനത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനത് വായിക്കുന്നില്ല, സഭയുടെ മുമ്പാകെ അവതരിപ്പിച്ചതാണ്. റീസർവേ നടക്കുമ്പോൾ ആദ്യം പുറമ്പോക്ക് അല്ലെങ്കിൽ സർക്കാർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണം എന്നുള്ളത് ഈ സർവേയുടെ മാത്രം കാര്യമല്ല. സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്റ്റിലും അതിൻ്റെ ചട്ടത്തിലും കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇത് ഉറപ്പാക്കിക്കൊണ്ടാണ് സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവേ നടന്നത്. അതിനുശേഷം മാത്രമാണ് സ്വകാര്യ ഭൂമി അളന്നത്. അധിക ഭൂമിയുടെ അർഹത നിശ്ചയിക്കുന്നതിനുള്ള വ്യവസ്ഥ ഈ നിയമത്തിലുണ്ട് സാർ. അതുകൊണ്ട് ഇതൊരു സെറ്റിൽമെൻറ്റ് ആക്റ്റാണ്. മറ്റൊരു കാര്യം വ്യക്തമാക്കാനുള്ളത്, സർക്കാർ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന എല്ലാവരും കയ്യേറ്റക്കാരാണ് എന്ന ധാരണ സർക്കാരിനില്ല സാർ. ഈ ഗവൺമെൻറ് കയ്യേറ്റവും കുടിയേറ്റവും രണ്ടാണ് എന്ന് കാണുന്നതാണ് സാർ. കുടിയേറ്റക്കാർക്ക് പട്ടയം കൊടുക്കണം എന്നുള്ളതാണ് സാർ സർക്കാരിൻ്റെ നിലപാട് സാർ. ബഹുമാനപ്പെട്ട പുനലൂർ അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വനഭൂമിയുമായി ബന്ധപ്പെട്ട കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങളിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്തിയ ഒരു ഗവൺമെൻറ്റാണ് സാർ ഈ ഗവൺമെൻറ്. കഴിഞ്ഞ 30 വർഷക്കാലമായി ഇവിടെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട MLA മാർ കഴിഞ്ഞ എത്രയോ ദിവസമായി പറയുകയാണ്, കഴിഞ്ഞ 30 വർഷക്കാലമായി പുതിയ JVR ഇല്ല, പുതിയ അപേക്ഷയില്ല, പുതിയ JVR-നും പുതിയ അപേക്ഷയ്ക്കും സാധ്യമല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചു സാർ. 2023 ഫെബ്രുവരി 7-ാം തീയതി ഞാനും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനും ചേർന്ന് അന്നും ഇന്നും കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ള വനം വകുപ്പ് മന്ത്രിയെ നേരിട്ടു കണ്ട് തുടർച്ചയായി നമ്മുടെ വാദഗതികൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്
പുതിയ JVR-ഉം പുതിയ അപേക്ഷയുമെന്ന കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായിട്ടുള്ള കേരളത്തിൻ്റെ അഭ്യർത്ഥന കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കാൻ തീരുമാനിച്ചത് സാർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തി ഒക്ടോബർ മാസത്തിൽ തന്നെ നാം ഇവിടെ നിൽക്കുന്ന ഈ മാസത്തിൽ തന്നെ ഒക്ടോബർ മാസത്തിൽ തന്നെ നമുക്ക് കേരളത്തിൽ ദീർഘകാലത്തിന് ശേഷം വനം വകുപ്പും റവന്യൂ വകുപ്പും ചേർന്ന സംയുക്ത പരിശോധന ജോയിന്റ് വെരിഫിക്കേഷൻ ആരംഭിക്കാം എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് സാർ. അന്ന് വന്യമൃഗങ്ങളോട് നേരിട്ട് മല്ലടിച്ച് ഇന്ന് കാണുന്ന വിധത്തിൽ ഈ നാടിനെ മാറ്റിയ മലയോര കർഷകരോടൊപ്പമാണ് ഈ ഗവൺമെന്റ് സാർ. അതുകൊണ്ടാണ് കുടിയേറ്റക്കാരോട് ആ സമീപനമാണ് സർക്കാരിൻ്റേത് എന്ന് പറഞ്ഞത് സാർ. ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല. അത് പുനലൂരിലാണെങ്കിലും പെരുമ്പട്ടിയിലാണെങ്കിലും കേരളത്തിൻ്റെ എത്രയോ കേന്ദ്രങ്ങളിൽ ഡിജിറ്റൽ റീസർവേ നടക്കുമ്പോൾ ഭൂമി കൈവശം വെച്ചിരിക്കുകയും എന്നാൽ പട്ടയമില്ലാതിരിക്കുകയും പല വകുപ്പുകൾ പ്രത്യേകിച്ചും വനം വകുപ്പ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട പ്രഖ്യാപിച്ച ചില ഭൂമികൾ റവന്യൂവിൻ്റേതാണെന്ന് കാണുകയും അവർക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്ത ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട് സാർ. പക്ഷേ അതോടൊപ്പം കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറയട്ടെ, ഈ ഭൂമി പരിശോധിക്കുമ്പോൾ അനധികൃതമായി ഭൂമി കൈവശം വെച്ചവരെ കണ്ടെത്താനാകും. അനധികൃതമായി ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെച്ച് തങ്ങൾക്ക് അനുവദനീയമല്ലാത്ത ഭൂമിയിൽ കൂടുതൽ കൈവശം വെച്ച് ഗവൺമെന്റിനെ പറ്റിക്കാൻ ശ്രമിക്കുന്ന കൈയേറ്റക്കാരോട് അത് എത്ര വലിയ തമ്പുരാനാണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും കേരളത്തിലെ ഗവൺമെന്റിനുണ്ടാകില്ല. ആ ഭൂമി പിടിച്ചെടുത്ത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള നടപടികൾ തന്നെ ഈ ഗവൺമെന്റ് സ്വീകരിക്കും സാർ. ഇതാണ് നടന്ന സ്ഥലങ്ങളിലെ അനുഭവങ്ങൾ. അത് മല്ലപ്പള്ളി താലൂക്കിലെ പെരുമ്പട്ടിയിലുണ്ട്, ചേതക്കലുണ്ട്, അങ്ങാടിപ്പുറത്തുണ്ട്. ഇവിടെ എല്ലാം പുതിയതായി ഏരൂരിൽ ഇവിടെ സൂചിപ്പിച്ചു 180 പുതിയ പട്ടയങ്ങൾ. ഇടുക്കി ജില്ലയിലെ പല പ്രദേശങ്ങളിലും അങ്ങനെ കുടിയേറ്റക്കാരായ മനുഷ്യർക്ക് പട്ടയം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഈ ഗവൺമെന്റ് കാണിച്ചിട്ടുണ്ട് സാർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അങ്ങയുടെ നിർദ്ദേശം തെറ്റിദ്ധരിക്കുന്നില്ല സാർ. യഥാർത്ഥത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അരിപ്പയിലെ ഭൂപ്രശ്നത്തിന് ഈ ഗവൺമെന്റ് ഇന്നലത്തോടുകൂടി 14 വർഷക്കാലമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിന് ഇന്നലത്തോടുകൂടി പരിഹാരമുണ്ടാക്കി സാർ. ചെങ്ങറയിൽ ആദിവാസികളുടെ പ്രശ്നത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ വകുപ്പ് മേധാവികളെയും മന്ത്രിമാരെയും വിളിച്ചിരുത്തി ചെങ്ങറയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ടിപ്പോൾ ആ ഭൂമിയിൽ താമസിക്കുന്ന ആളുകളുടെ നീറുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു എന്ന് മാത്രമല്ല സാർ, അങ്ങനെ കൊടുത്ത ഭൂമിയിൽ താമസിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയവർക്ക് ഉറപ്പായും അവർക്ക് അർഹതപ്പെട്ട ഭൂമി ഈ ഗവൺമെന്റിന്റെ കാലത്തു തന്നെ കൃത്യതയോടെ അളന്നു തിട്ടപ്പെടുത്തി കൊടുക്കാനുള്ള നടപടിക്രമങ്ങളുമായി പോയി റവന്യൂ വകുപ്പ് ഒരു നോഡൽ ഓഫീസറെ തന്നെ ചെങ്ങറ അരിപ്പ സമരങ്ങൾക്ക് പരിശോധിക്കാനും നേതൃത്വം നൽകുകയാണ് സാർ. ആദിവാസികളോടൊപ്പമാണ്, മലയോരത്തെ കർഷകരോടൊപ്പമാണ് സാർ ഈ ഗവൺമെന്റ്. ആ സമീപനമല്ലല്ലോ. ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകൾ ചർച്ച ചെയ്യുന്ന ദിവസം ഒരു കാരണവുമില്ലാതെ കൃത്യമായ ആവശ്യമില്ലാതെ വളരെ ബോധപൂർവം അങ്ങയുടെ സ്ഥാനത്തേക്ക് പോലും കയറാൻ ശ്രമിച്ച് ഈ സഭ കണ്ട ഏറ്റവും അപമാനകരമായ സംഭവത്തിന് നേതൃത്വം നൽകിയവർ മനസ്സിലാക്കാതെ പോകുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ഈ നടപടികളുമായി പോകുന്നത് ഗവൺമെന്റ് അരിപ്പയിലും ചെങ്ങറയിലും പ്രശ്നം പരിഹരിക്കുന്നത് ഈ ഗവൺമെന്റ് ആദിവാസികളോടൊപ്പമാണ്, ഭൂമിയില്ലാത്തവരോടൊപ്പമാണ്, അവരുടെ വേദനയോടൊപ്പമാണ് സാർ. ആ അനുഭവമല്ലല്ലോ ഇവിടെ ഉണ്ടായത്. മുത്തങ്ങയിലെ സമരം കണ്ടതല്ലേ സാർ ഈ കേരളം? മുത്തങ്ങയിലെ പാവപ്പെട്ട ആദിവാസികളുടെ നേരെ വെടിയുതിർത്തു എന്ന് മാത്രമല്ല, മരണപ്പെട്ടവരെ ലോകം കാണാതിരിക്കാൻ കൊണ്ടുപോയി സംസ്കരിക്കാൻ ശ്രമിച്ച, കത്തിച്ചു കളഞ്ഞ സ്ഥലത്ത് പഞ്ചസാര ഇട്ട് തെളിവ് നശിപ്പിച്ച അനുഭവമല്ലേ സാർ കേരളം ലോകത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടത്? ആ മുത്തങ്ങയിലെ മനുഷ്യർക്ക് ഭൂമി കൊടുത്തത്, സമരം നടത്തിയ പിന്നെ ആളുകൾക്ക് ഭൂമി കൊടുത്തത് 1ഉം 2ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളാണ് സാർ. ആ മുത്തങ്ങയിലെ മരണപ്പെട്ട ജോഗിയുടെ മകൾ സീതയ്ക്ക് ജോലി കൊടുത്തത് അതിനുശേഷം വന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് സാർ. ആ സമീപനമാണ് കേരളത്തിലെ ഈ ഗവൺമെന്റിനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു സാർ. ഈ സഭയ്ക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങുൾപ്പെടെയുള്ള മലബാർ മേഖലയിലെ ജനപ്രതിനിധികൾ അവരുടെ റവന്യൂ അസംബ്ലികൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ആ മലബാറിലെ 10,000-കണക്കിന് കുടുംബങ്ങളിലുള്ള നികുതി കെട്ടാത്ത ഭൂമിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം. പണ്ടുള്ളതാണ് നികുതി കെട്ടാത്ത ഭൂമി. അന്ന് ഏക്കർ കണക്കിന് ഭൂമിയുള്ളവരുടെ ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്ത്, അത് കുളമാകാം, ഒരു പാടമാകാം, അതിന് നികുതി കെട്ടേണ്ടതില്ല എന്ന് തീരുമാനിക്കും.
കാലാന്തരങ്ങളിൽ അത് മുറിച്ചു പലതായി പോകും. അങ്ങനെ നികുതി കെട്ടാത്ത ഭൂമിയിലായിരിക്കും ഒരു കുടുംബം താമസിക്കുന്നത്. അവരുടെ ഭൂമിക്ക് രേഖയില്ല, അവർക്ക് ടാക്സ് അടയ്ക്കാൻ കഴിയില്ല. മലബാർ ടാക്സും പിന്നെ ആക്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തർക്കവുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന നീക്കെ ഭൂമി പ്രശ്നം പരിഹരിച്ച് അങ്ങനെ രേഖപ്പെടുത്തിയ മുഴുവൻ പേർക്കും നികുതി അടയ്ക്കാനുള്ള സംവിധാനം ഔപചാരികമായി ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവായി പുറത്തിറക്കിയിരിക്കുകയാണ് സാർ. കേരളത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഭൂഭരണത്തിൻ്റെ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നവംബർ മാസത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ സ്ഥലങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ്. സാർ, ഒരാവശ്യത്തിനു വേണ്ടി പലതവണ വില്ലേജ് ഓഫീസുകളിൽ കയറിയിറങ്ങുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ സർവേയും റിലീസും ഇ മാപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂർണ്ണമായി കളക്ട് ചെയ്യാൻ കഴിയുന്ന ATM കാർഡിൻ്റെ വലുപ്പത്തിൽ QR കോഡും 10 അംഗ ഡിജിറ്റൽ നമ്പറുമായി ഒരാളുടെ ഭൂമിയുടെയും കെട്ടിടത്തിൻ്റെയും അടക്കം പല ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ബാങ്കുകളിൽ ഉൾപ്പെടെ കൊണ്ടുപോകേണ്ട വിവരങ്ങളെല്ലാം അടങ്ങിയ ഒരു ഡിജിറ്റൽ കാർഡ്, വില്ലേജ് ഓഫീസർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് തുല്യമായ ഒരു ഡിജിറ്റൽ കാർഡ്. സാർ, ആ ഭൂമിയിൽ നിങ്ങളുടെ ഭൂമി മോർട്ട്ഗേജ് ചെയ്തിട്ടുണ്ടോ എന്നറിയാം. അതിൽ നിങ്ങളുടെ ഭൂമി നിലമാണോ പുരയിടമാണോ എന്നറിയാം. ആ ഭൂമിയിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്നറിയാം. ആ ഭൂമിയുമായി ബന്ധപ്പെട്ട അതിലെ കെട്ടിടവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും സാർ നവകേരളത്തിൽ ഇനി ഒരു ഡിജിറ്റൽ കാർഡിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അത്ഭുതകരമായ ഒരു മാറ്റത്തിന് വഴിവെക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഡിജിറ്റൽ റീസർവേയെ തുടർന്നുള്ള നടപടികൾ, ഒരു സർവേ മാത്രമല്ല, ആ സർവേ നടന്നു കഴിയുമ്പോൾ ഇതാ സാർ സെറ്റിൽമെന്റ് ആക്ട് വരുന്നു, സാർ ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് വരുന്നു. സാർ, കേരളത്തിൽ വ്യവഹാരവുമായി ബന്ധപ്പെട്ട ഭൂമിയിൽ എത്ര തർക്കങ്ങൾ ഇനി ഉണ്ടാകുന്നില്ല. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള ഇ മാപ്പും കൂട്ടിച്ചേർത്ത് 3 വകുപ്പുകളിൽ അറിയേണ്ട വിവരങ്ങളെല്ലാം എന്റെ ഭൂമി എന്ന ഒറ്റ പോർട്ടലിൽ കിട്ടാവുന്ന വിധത്തിൽ കേരളത്തിൽ എന്റെ ഭൂമി എന്ന പോർട്ടൽ നടപ്പിലാക്കി എന്ന് മാത്രമല്ല, ഭൂമി കൈമാറ്റത്തിനു മുമ്പ് സർവേ നടത്താൻ ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ് 13 പ്രകാരം റവന്യൂ ഭരണത്തിന്റെ ഭാഗമായ എല്ലാ വില്ലേജുകളിലും ഒരു സർവേയറും ഒരു ഓർട്ടിക്കർ ഓവർ മിഷനും ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ കൊടുക്കാൻ നിശ്ചയിക്കുകയാണ്. സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. 4-ാം ഖണ്ഡത്തിൽ ഉടമസ്ഥാവകാശ സാക്ഷ്യപത്രം അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥ വളരെ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാക്ഷ്യപത്രം അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകളും അധികാരസ്ഥാപനവും പരിധിയുമെല്ലാം തന്നെ നിർണയിക്കപ്പെടാവുന്ന തരത്തിലായിരിക്കും സബ്ജക്റ്റ് കമ്മിറ്റിയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതിയാണ്. അത് നിർണയിക്കപ്പെടാവുന്ന വിധത്തിൽ തന്നെ തയ്യാറാക്കും. ഏറ്റവും ലളിതമായ നടപടികളിലൂടെ സാക്ഷ്യപത്രം അനുവദിക്കുക എന്നാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ നിയമം വന്നാൽ ഏറ്റവും ചുരുങ്ങിയ കാലത്തിന് ഉള്ളിൽ അതിൻ്റെ ചട്ടം കൂടി വരുന്നതോടുകൂടി കേരളത്തിൻ്റെ റവന്യൂ രേഖകളിൽ, പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ ഡോക്യുമെന്റിൽ ഇതൊരു ചരിത്ര സംഭവമാകും. സാർ, ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ ഖ്യാതി നേടിയ നാടാണ് ഈ കേരളം. കേരള മോഡൽ ഉണ്ടാക്കിയ നാടാണ് ഈ കേരളം. നമ്മുടെ ഭൂപരിഷ്കരണ നിയമത്തെ പലരും പകർത്താൻ ശ്രമിച്ചു. പക്ഷേ അവിടെയൊന്നും ഇതുപോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇത് സാമൂഹ്യനീതിയിൽ അടിസ്ഥാനമായ ഭൂവിതരണമായിരുന്നു. സാർ, ഭൂപരിഷ്കരണ നിയമത്തിനു ശേഷം കേരളം ഇതാ ലാൻഡ് അഡ്മിനിസ്ട്രേഷനിൽ, ഭൂഭരണത്തിൽ ലോകത്തെ, ഇന്ത്യയെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നടപടിക്രമത്തിലേക്ക് പോകുന്നു. അതിന് വളരെ വിശദമായ സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത ഈ ബില്ല് നിരവധി ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇവിടെ ഇന്ന് നിയമസഭ പാസ്സാക്കുമ്പോൾ നമ്മളെല്ലാവരും അടങ്ങുന്ന ഈ സഭ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഭൂഭരണ രംഗത്ത് ഒരു സെറ്റിൽമെന്റ് ആക്ടിന് സാക്ഷ്യം വഹിച്ച സഭയായി മാറാൻ കഴിയും എന്ന ധാരണയോടെ സാർ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. താങ്ക് യു. ശ്രീ PS സുബാൽ, അങ്ങയുടെ 1 നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ മുരളി പെരുന്നല്ലി, അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഇനി സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള 2025 കേരള സ്വകാര്യ കൈവശത്തിൽ അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ പരിഗണനക്കിടന്ന ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്ന ബിൽ പരിഗണനക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന 2-ാം വകുപ്പ് ഇനി പറയുന്ന വേദിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. 179 ശ്രീ KD പ്രസന്നൻ, നോട്ട് ഇൻ ദ സീറ്റ്. 184 ഡോക്ടർ KT ജലീൽ, യെസ്. 186, 195, 198, 201, 2017 ഡോക്ടർ ജയരാജ്, യെസ്. 187 KV സുമേഷ്, യെസ്. 189 ശ്രീ മുരളി പെരുന്നല്ലി, യെസ്. 196 PT റഹീം, യെസ്. 199 ശാന്തകുമാരി K, യെസ്. 202 ശ്രീ TP രാമകൃഷ്ണൻ, യെസ്.
203 Shri V.K. Prashant, yes. 204 Shri P.P. Samod, yes. Minister? ഇവിടെ ഒരു ഔദ്യോഗിക ഭേദഗതിയുണ്ട്. അത് രണ്ടാം ഘട്ടത്തിൻ്റെ കുറിപ്പിൽ സൂക്ഷിക്കേണ്ടതാണ് എന്ന വാക്കിന് പകരം സൂക്ഷിക്കുന്നതിനായി സാക്ഷ്യപത്രം അനുവദിക്കുന്ന അധികാരസ്ഥാനം നിർണ്ണയിക്കപ്പെടുന്ന പ്രകാരം ലഭ്യമാക്കേണ്ടതാണ് എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കണം. സാർ, പൊതുവായി ഒരു ഭേദഗതി കൂടി ഇതിൽ വരേണ്ടതുണ്ട്. ഈ ബില്ലിൽ ക്രമവത്കരണം എന്ന വാക്കിന് പകരം അതിനനുസൃതമായി വരുന്ന പദങ്ങളും എവിടെയെല്ലാം വരുന്നുവോ അതിന് പകരം ക്രമവൽക്കരണ എന്ന വാക്ക് കൂട്ടിച്ചേർക്കണം. അതൊരു സാങ്കേതികമായിട്ടുള്ള മിസ്റ്റേക്കാണ്. സാർ, 183ാമത് ഭേദഗതി ആബിദ് ഹുസൈൻ തങ്ങളില്ലാത്തത് കൊണ്ട് ഒഫീഷ്യൽ ആയി ഞാൻ മൂവ് ചെയ്യുന്നു. അതൊഴികെ ബാക്കിയൊന്നും അംഗീകരിക്കുന്നില്ല. ഔദ്യോഗിക ഭേദഗതികൾ ഒഴിച്ച് മറ്റെല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി രണ്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ രണ്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. മൂന്നാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. 208 ഡോക്ടർ ജലീൽ, യെസ്. 214 CH സലാം, യെസ്. മിനിസ്റ്റർ? മൂന്നാം ഖണ്ഡത്തിൽ ഒന്നും സ്വീകരിക്കുന്നില്ല സർ. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി മൂന്നാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ മൂന്നാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. നാലാം വകുപ്പ് 219, 220, 224, 225 ഡോക്ടർ എൻ ജയരാജ്, യെസ്. 226 CH സലാം. സലാം ഒന്നിങ്ങോട്ട് ശ്രദ്ധിക്ക്. ഒരു തവണ വിളിച്ചപ്പോൾ മിണ്ടിയില്ല, യെസ്. 232 ശ്രീമതി OS അംബിക, യെസ്. 233 ശ്രീ PP സുമോദ്, യെസ്. 235 ജോയ്, നോട്ട് ഇൻ ദ സീറ്റ്. 236 കടകംപള്ളി സുരേന്ദ്രൻ, നോട്ട് ഇൻ ദ സീറ്റ്. 238 KV സുമേഷ്, യെസ്. 244 CM വിജിൻ, നോട്ട് ഇൻ ദ സീറ്റ്. 24 മിനിസ്റ്റർ? സാർ, ഭേദഗതി നമ്പർ 221 ഔദ്യോഗിക ഭേദഗതിയായി മൂവ് ചെയ്യുന്നു. യെസ്. സാർ, ഭേദഗതി നമ്പർ 232 ശ്രീമതി OS അംബിക, യെസ്. അത് അംഗീകരിക്കുന്നു. അതൊഴികെ ബാക്കിയൊന്നും അംഗീകരിക്കുന്നു. OS അംബികയുടെ 232 ഭേദഗതിയും ഒപ്പം ഔദ്യോഗിക ഭേദഗതി വെച്ച് മറ്റെല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി നാലാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ നാലാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. അഞ്ചാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതിയിൽ മൂവ് ചെയ്യുന്നതാണ്. 252 KD പ്രസിഡന്റ്, നോട്ട് ഇൻ ദ സീറ്റ്. 254 ശ്രീമതി U പ്രതിഭ, നോട്ട് ഇൻ ദ സീറ്റ്. 255 CH സലാം, യെസ്. മിനിസ്റ്റർ? സാർ, 257 നമ്പർ ഭേദഗതി ഒഫീഷ്യൽ ഭേദഗതിയായി മൂവ് ചെയ്യുന്നു. മറ്റു ഭേദഗതികളൊന്നും സ്വീകരിക്കുന്നില്ല. മിനിസ്റ്റർ മൂവ് ചെയ്ത് ഒഫീഷ്യൽ ഭേദഗതി വെച്ച് മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി അഞ്ചാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ അഞ്ചാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ആറാം വകുപ്പ് ഭേദഗതി മൂവ് ചെയ്യുന്ന 263 ശ്രീ UR പ്രദീപ്, യെസ്. 264 ശ്രീ MM മണി, യെസ്. 274 ശ്രീ K പ്രേംകുമാർ, യെസ്. മിനിസ്റ്റർ? സാർ, ഭേദഗതി നമ്പർ 263 ശ്രീ UR പ്രദീപിന്റെ ഭേദഗതി അംഗീകരിക്കുന്നു. സാർ, ഭേദഗതി നമ്പർ 271 CH കുഞ്ഞമ്പു, ആ ഭേദഗതിയും അംഗീകരിക്കുന്നു. മിനിസ്റ്റർ ഇല്ല, CH കുഞ്ഞമ്പു ഇല്ല. CH കുഞ്ഞമ്പു K ബാബു ഇല്ല. K ബാബുവിന്റെ സ്വീകരിക്കുന്നുണ്ട്. 272 യെസ്. അല്ലെങ്കിൽ ഒഫീഷ്യലായി യെസ്. ഇല്ല. അപ്പോൾ 270 നമ്പർ ഭേദഗതി ഒഫീഷ്യൽ ഭേദഗതിയായിട്ട് അംഗീകരിക്കാം. യെസ്. ശ്രീ UR പ്രദീപിന്റെ 263 K ബാബുവിന്റെ 270 ഒഴിച്ച് ബാക്കി എല്ലാ ഭേദവും തള്ളിയിരിക്കുന്നു. ഇനി ആറാം വകുപ്പ് ഒഫീഷ്യലാണല്ലോ, ഒഫീഷ്യൽ ഭേദഗതി സ്വീകരിക്കുന്നു. മറ്റെല്ലാ ഭേദവും തള്ളിയിരിക്കുന്നു. ഇനി ആറാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ആറാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഏഴാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതിയിൽ മൂവ് ചെയ്യുന്നതാണ്. ശ്രീ സ്റ്റീഫൻ 276, യെസ്. 277 280 ലിൻഡോ ജോസഫ്, നോട്ട് ഇൻ ദ സീറ്റ്. 281 ശാന്തകുമാരി K, യെസ്. മിനിസ്റ്റർ? ഏഴാം ഖണ്ഡത്തിലൊന്നും സ്വീകരിക്കുന്നില്ല. എല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി ഏഴാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഏഴാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. എട്ടാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതിയിൽ മൂവ് ചെയ്യുന്നതാണ്. 282 മുകേഷ്, നോട്ട് ഇൻ ദ സീറ്റ്. 283 പ്രേംകുമാർ, യെസ്. 284 K ബാബു നെന്മാറ, യെസ്. 285 സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, യെസ്. മിനിസ്റ്റർ? സ്വീകരിക്കുന്നില്ല. എല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി എട്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ എട്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഒൻപതാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതിയിൽ മൂവ് ചെയ്യുന്നതാണ്. 291 ലിൻഡോ ജോസഫ്, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ? ഒന്നും സ്വീകരിക്കുന്നില്ല. എല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി ഒൻപതാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഒൻപതാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഒന്നാം വകുപ്പ് പീടികയും പേരും ഭേദഗതി മൂവ് ചെയ്യുന്നതാണ്. 111 114 M നൌഷാദ്, യെസ്. 115 116 127 138 139 151 ഡോക്ടർ N ജയരാജ്, യെസ്. 121 ശ്രീ NK അക്ബർ, യെസ്. 125 KM സച്ചിൻ ദേവ്, not in the seat. 134 Lindo Joseph, not in the seat. 136 KU Jenish Kumar,
Not in the seat. 144 Shantakumari K. Yes. 148 Sri A. Raja. Yes. Not in the seat. 150 O.S. Ambiga. Yes. 163 P.P. Sumod. Yes. Minister. ഒന്നാം ഖണ്ഡവും പി ഡിയും പേരും ഭേദഗതി നമ്പർ 163 ശ്രീ പി പി സുമോദ് അത് അംഗീകരിക്കുന്നു. മറ്റ് ഭേദഗതികളൊന്നും അംഗീകരിക്കുന്നു. 163 പി പി സുമോദ് മൂവ് ചെയ്ത ഭേദഗതി ചോദിച്ച് സുമോദ് ഒന്നും കൊണ്ട് ശ്രദ്ധിക്ക്, നിങ്ങളുടെ ഭേദഗതി സ്വീകരിക്കുന്നത് 163 പി പി സുമോദിൻ്റെ ഭേദഗതി വെച്ച് മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നത്. ഇനി ഒന്നാം വകുപ്പും പീഡികയും പേരും ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഒന്നാം വകുപ്പും പീഡികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. മൂന്നാം വായന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജന് 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഇനി 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. ഓർഡർ.